ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ളോഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗ്, അതായത് നമ്മളിപ്പോൾ ഞങ്ങളൊരു ഷോപ്പിംഗ് പോയതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴുള്ള ചെറിയൊരു റോഡിലുള്ള കാഴ്ചകളാണ്. അതായത് ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇത് ബാംഗ്ലൂരിലെ ടിൻഫാക്ടറി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആ യാത്രയാണ്, അവിടെ നിന്നുള്ള യാത്രയാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നല്ല എന്താ പറയുക, ഈ സ്ഥലം മിക്കവാറും പേർക്കൊക്കെ ബാംഗ്ലൂരുള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. നല്ല ഫേമസ് ആണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, krpuram റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ അതോ കാണുന്നില്ല ഒരു റോഡിൽ, ആ റോഡിൽ മെയിൻ റോഡിലൊരു അതൊരു ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ കയറി പോവുക. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ, കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിലൊന്നും എനിക്ക് കറക്റ്റ് പ്ലേസൊന്നും നമുക്ക് കറക്റ്റായി അറിയില്ല. എത്താറായി നമ്മൾ പൊതുവേ ചെറുപ്പത്തെ നമ്മൾ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മളിപ്പോൾ നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ അവരുടെ വീട് എത്താനാവുന്ന അടയാളം നമ്മളിങ്ങനെ ഓരോ അടയാളം ഉണ്ടാവും. ഇപ്പോൾ എത്തും, അങ്ങനെയാണ് കേട്ടോ. ഈ കണ്ടില്ലേ? അപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം നമ്മൾ സിറ്റിയിലൊക്കെ ട്രെയിൻ ഇറങ്ങിയിട്ട് വരുന്ന സമയം ഈ എത്തുമ്പോൾ അറിയാം ഒരുവിധം അടുത്ത് എത്തിയിട്ടുണ്ട്, വീടെത്താറായിട്ടുണ്ട്. കാരണം നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ടയേർഡായിട്ട് ട്രെയിൻ യാത്രയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ട്രാഫിക്കിലൊക്കെ ഇരുന്ന് വീടെത്തുമ്പോഴേക്കൊക്കെ നമ്മൾ വയ്യാണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എത്തുമ്പോൾ നമുക്ക് ഓർമ്മയാണ് നമ്മുടെ വീടെത്താറായി, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാനിന്നിപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഈ ഭാഗമൊക്കെ ഒരുപാട് പരിചയം, നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് പോകാനും പേടിയൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ കുറേ വർഷമായതുകൊണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല പരിചയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇവിടം തൊട്ട് എൻ്റെ വീട് വരെയുള്ള, ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് വരെയുള്ള കാഴ്ചകളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് ITIൻ്റെ ഒരു ടൗൺഷിപ്പ്, ITI കോളനി പറയും. ഇവിടെ ഫങ്ഷനൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മലയാളി സമാജം അങ്ങനെയൊക്കെ ഈ മറ്റേ ഓണത്തിനൊക്കെ വെക്കാറുണ്ട്, നവംബർ 1 അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ ആയ പിന്നെ 5-6 വർഷമായ പിന്നെ അതൊന്നും ഇപ്പോൾ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് പോയപ്പോൾ റീമി ടോമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞങ്ങളുടെ മെയിൻ krpuram പറയുന്നൊരു ഇതാണ്. ഇവിടെയാണ് ഞങ്ങൾ ആദ്യമൊക്കെ വരികയായിരുന്നത്. ചന്തയ്ക്കാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം നമ്മൾ ഇവിടെ വരണം കേട്ടോ. പിന്നെ ഇവിടെയായിരുന്നു ഞങ്ങൾ ആദ്യം ഇരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ആദ്യം ഞങ്ങൾ ഇരുന്നത് ഇവിടെയായിരുന്നു. പിന്നെ ഈ ഷോപ്പിംഗ് മോളൊക്കെ ഇങ്ങനെ ഇത് വരുന്ന കാരണം അവിടെയൊക്കെ വീടൊക്കെ പൊളിച്ച കാരണം ഞങ്ങൾ പിന്നെ വേറെ താമസം മാറ്റിയതായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റും കൂടെ പോകണം ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ ഇനി ഒരുപാട് ഇങ്ങനെ ഉള്ളിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. നോമ്പിന് മുമ്പ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ പോലെ എടുത്തതായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുത്തതായിരുന്നു. പിന്നെ ബാംഗ്ലൂരൊക്കെ വന്നവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാംഗ്ലൂർ ഇതിൽ ഇപ്പോൾ കാണുന്നവർ കുറച്ച് പേരെങ്കിലൊക്കെ ബാംഗ്ലൂരൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യം വന്നത് ഞാൻ 10th പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ടൂർ പോകുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് അത്ര ഓർമ്മയൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, അതൊക്കെ മറന്നുപോയി. പിന്നെ ഇത് വന്നിട്ട് ഇതിപ്പോൾ ഞങ്ങൾ പിന്നെ 2ാം പ്രാവശ്യം ഇരുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി ഞങ്ങൾ ഉള്ളിൽ പോകണം. ഇവിടെ ഞങ്ങൾ ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ഥലം മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റും അങ്ങനെ നല്ല രസമാണ് കാണാനും. പിന്നെ ഇങ്ങനെ പോകുമ്പോഴുള്ള എന്താ പറയുക, നല്ല രസമാണ് പോകാൻ. പിന്നെ ഇവിടെ അധികം വെയിൽ പറയുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ വിയർത്ത് ഒഴുകുന്ന അതൊന്നുമില്ല കേട്ടോ. നല്ല വെയിലുണ്ടാവും, പക്ഷെ നമുക്ക് എന്താ പറയുക, വിയർക്കുക അങ്ങനെ വിയർത്ത് ഒഴുകുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ചൂടായിരിക്കും വെയിലിനൊക്കെ. പിന്നെ ഇപ്പോൾ ഈ സമയത്തൊക്കെ മഴയൊന്നുമില്ല, മഴയില്ലാത്തത് കൊണ്ടാണ് മരങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്തെത്താറായിട്ടുണ്ട് ഏകദേശം, പക്ഷെ കുറച്ചും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളിതിന് ഞങ്ങൾ 2-3 ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ലെങ്ത്ത് കൂടും കരുതിയിട്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ആ വീഡിയോ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല.
വീഡിയോ ഇടുമ്പോൾ കാണാം കേട്ടോ. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ, കിച്ചണിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇടാൻ പറഞ്ഞിരിക്കുമ്പോഴേക്കും പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇടാണ്ട് ഇങ്ങനെ ഇരുന്നതായിരുന്നു. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ, നമ്മൾ നോമ്പെടുക്കുന്നത് കൊണ്ട് അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരുടെ വീഡിയോ ഒന്നും എനിക്കിപ്പോൾ കാണാൻ വരാൻ പറ്റുന്നില്ല. അപ്പോൾ ആരും പരാതിയും പരിഭവവും ഒന്നും വിചാരിക്കേണ്ട. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ കാണാൻ വരുന്നതായിരിക്കും. എങ്കിലും നമ്മൾ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന നോട്ടികളോ അങ്ങനെ നമ്മൾ കാണുന്ന അങ്ങനെയുള്ളവരെയൊക്കെ പെട്ടെന്ന് പോയി കാണാറുമുണ്ട്. പരമാവധി നിങ്ങളുടെ അടുത്ത് എത്താനുണ്ട്. അതുപോലെ കുറേ പേരുടെ അടുത്ത് എത്തണമില്ല കേട്ടോ. പിന്നെ ചിലരൊക്കെ നമ്മളോട് സബ് ചോദിച്ച് വരും. പിന്നെ നമ്മൾ തിരിച്ച് അവർ വരുമ്പോൾ അവർ വരുന്നത് കണ്ടാൽ തോന്നും നമ്മുടെ കൂടെ ഫുള്ളും നമ്മുടെ കൂടെ ഉണ്ടാവും വിചാരിക്കും. പക്ഷെ അവർ ആ വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പിന്നെ നമ്മുടെ കൂടെയൊന്നും അവരുണ്ടാവില്ല. പിന്നെ അവർ നമ്മുടെ വീഡിയോ കാണാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് സബ് തരുന്നവരൊക്കെ എൻ്റെ അടുത്ത വീഡിയോകളിലും അവരുടെ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോയി അവനെ തിരിച്ച് കൂട്ടാക്കുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കാര്യം പറയാം. അല്ലാതെ വെറുതെ നമ്മളെ വന്ന് കൂട്ടാക്കി പറഞ്ഞ് പോയിട്ട് പിന്നെ അവർ നമ്മുടെ വീഡിയോ കാണാനൊന്നും വരില്ല. നമുക്കൊരു സബ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മുടെ വീഡിയോസും വന്ന് കണ്ട് കമൻ്റൊക്കെ പറയണമല്ലോ. പിന്നെ അതിനേക്കാളും നല്ലത് നമുക്ക് ഈ സബ് ടു സബ് വ്യൂവിനേക്കാളും നല്ലത് പബ്ലിക് വ്യൂ ആണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാം. എന്നാലും നമുക്കൊരു സന്തോഷമില്ല, നമ്മുടെ വീഡിയോ വന്ന് അവർ കണ്ട് കമൻ്റ് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞണം. അതുകൊണ്ട് ആരും വന്നില്ലല്ലോ എന്ന് പരാതിയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ വന്ന് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബെല്ലൈക്കണിൽ എൻ്റെ നോട്ടിഫിക്കേഷനിൽ എൻ്റെ വീഡിയോൻ്റെ ഇത് വരുമല്ലോ. അപ്പോൾ നിങ്ങളത് കണ്ടാൽ മാത്രമേ അപ്പോൾ അങ്ങനെ നിങ്ങൾ 2-3 വീഡിയോ കൂടെ എൻ്റെ വന്ന് കണ്ട് കമൻ്റ് ഇട്ടാൽ മാത്രമേ ഞാൻ അവരെ വന്ന് തിരിച്ച് കൂട്ടാക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലം എത്തിയിട്ടാണ്. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് സീമസുന്ദ്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇതേ ഉള്ളിലൂടെ പോകണം മെയിൻ റോഡിൽ നിന്ന്. പിന്നെ ഞങ്ങൾ ഇതൊരു ക്രോസാണ്, ഇവിടെ പോയിട്ട് ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളിൽ പോകണം. ഞങ്ങൾ ഇരിക്കുന്നത് എന്താ പറയുക, അങ്ങനെ വലിയ സിറ്റിയിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇത്. ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ അതാണ് ബസ് സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഇങ്ങനെ വരണം. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കാനും നല്ല രസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട്